പഞ്ചാസ്യമൺമാന്മരാഭകരം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായ സുന്ദരമായ കാരുണ്യവാരാശിയായി അഞ്ചിക്കും ജുരിശിക്കുമെങ്കിരിയെ തന്നങ്ങമേറ്റും തലപ്പുഞ്ച ക്ഷേത്രമഹേശ നൽകുക വരം സത്യം ശിവം സുന്ദരം. ചൊവ്വാഴ്ച ദിവസം പ്രദോഷവും ആയില്യവും. മണ്ണാറുശാല. രണ്ട് സർപ്പ ചൈതന്യങ്ങൾ അവിടെ രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കാട്ടിൽ തീപിടിക്കുകയും അവിടെ സന്താനങ്ങളില്ലാത്തതായ ഒരു കുടുംബത്തിലെ അമ്മമാർ കുടത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അത് മണ്ണ് ആറിക്കുകയും അവിടെ സർപ്പങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുകയും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സന്താനങ്ങൾ ആയിട്ട് ഞങ്ങൾ വരാമെന്ന് പറയുകയും രണ്ട് ആൺകുട്ടികളുണ്ടാകുകയും അതിൽ ഒന്ന് സർപ്പത്തെ പോലെ എഴഞ്ഞു നടക്കുകയും മറ്റേ ഇണ ഇരട്ട കുട്ടികൾ മറ്റേ ഇണ സാധാരണ ബ്രാഹ്മണനെ പോലെ ചൈതന്യവത്തായിക്കൊണ്ട് രണ്ടുപേരും അവിടെ പെരുമാറുകയും ചെയ്തപ്പോൾ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ഇഴഞ്ഞു നടക്കുക, ഇഴഞ്ഞ് വെള്ളം കുടിക്കുക, ഇഴഞ്ഞ് ആഹാരം കഴിക്കുക മുതലായവയൊക്കെ കണ്ടപ്പോൾ അവിടെ അമ്മമാർക്ക് ബുദ്ധിമുട്ട് തോന്നിക്കൊണ്ട് അവരുടെ നിലവറയിൽ എനിക്ക് തന്നാൽ മതി എന്ന് പറയുകയും നിലവറയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തപ്പോൾ തമോ ഗുണത്തിൻ്റെ പ്രധാനമായ സ്ത്രീ ജന്മങ്ങളുടെ പ്രത്യേകത കാരണം ഒന്നും നോക്കാൻ തോന്നി എങ്ങനെയാണ് കഴിക്കുന്നത്. അത് സർപ്പദൈവമായിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവിടെ ആഹാരം കഴിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ ഈ ബ്രാഹ്മണ സ്വരൂപത്തിലില്ല. ഇവിടെ ഉരുളി കമത്തുന്നവർക്ക് ആ മുട്ട വിരിയുന്ന സമയത്ത് അവിടെ സന്താനങ്ങളുടെയൊക്കെ പ്രാദുർഭാവത്തിനുള്ള തുടക്കമാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനായിക്കൊണ്ട് സർപ്പ ദൈവങ്ങൾ പ്രത്യക്ഷ ദൈവങ്ങളായി പെരുമാറുമ്പോൾ മഹാദേവൻ്റെ ശരീരത്തിലുള്ളതായ അഷ്ടനാഗങ്ങളെ പ്രത്യേക ആവാസ വ്യവസ്ഥകളെ നിലനിർത്തിക്കൊണ്ടുവരുന്ന കാവുകളിലും ക്ഷേത്രങ്ങളിലും നൂലും പാലും നൽകി അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ആ ചൈതന്യങ്ങളെ മുഴുവനും മഹാദേവൻ്റെ ശരീരത്തിലേക്ക് തന്നെ മഹാദേവൻ്റെ ചൈതന്യത്തിലേക്ക് തന്നെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ തന്നെ തിരിച്ചുദ്വസിക്കുമ്പോൾ അവിടെ എന്തായി, അവിടെ പൂജകനും മഹാദേവനും സർപ്പദൈവങ്ങളും എല്ലാം ഒന്നായിത്തീർന്നു. താണ്ഡവ നൃത്തം ആടുന്നതായ മഹാദേവൻ, ചുടലഭസ്മം ധരിച്ച് നൃത്തം ചെയ്യുന്നതായ മഹാദേവൻ, സന്ധ്യാസമയത്ത് നൃത്തം ചെയ്യുന്നതായ മഹാദേവൻ. അപ്പോൾ ചൂട്, അപ്പോൾ മഹാദേവനെ തണുപ്പിക്കണം, മഹാദേവനെ സൗമ്യനാക്കണം. ലോകം മുഴുവനും അഗ്നിക്ക് തൃക്കണ്ണ് തുറക്കാനുള്ള ശക്തിയുള്ളതായ മഹാദേവനെ തണുപ്പിക്കാനായിക്കൊണ്ടത് അവിടെ പ്രദോഷ ധാരകൾ എല്ലാ ക്ഷേത്രങ്ങളിലും നടന്നു വരുന്നു. ജലധാര ജലധാര, പ്രാതകാല ജലധാര, വൈക്കത്തപ്പന് ജലധാര, പുണ്യത്തപ്പന് ജലധാര, തലപ്പുഞ്ഞ മഹാദേവന് ജലധാര, കീഴത്തപ്പന് ജലധാര എന്ന് കൂട്ടുകാരനായ പ്രസാദ് വർമാജി മാനസ ജപലഹരിയുടെ തൊട്ടപ്പനായ പ്രസാദ് വർമാജി പാടിത്തരുമ്പോൾ നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷം ഇന്നും എന്നെ നാവിലായി വെന്നീറണം, നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനാജിൽ പ്രകാശരൂപനെ വണങ്ങണം, പൊഞ്ചിലമ്പ് കൊഞ്ചിരുന്ന പിഞ്ചുപാദം ഓർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിരിട്ടേന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവനതസ്യാൽ സമുപൈത് മുക്തി. നല്ല മാർഗത്തെ പറഞ്ഞു തരാത്തതായ, കർമ്മമാർഗങ്ങളെ പറഞ്ഞു തരാത്തതായ, ജ്ഞാനമാർഗങ്ങളെ പറഞ്ഞു തരാത്തതായ, യോഗമാർഗങ്ങളെ പറഞ്ഞു തരാത്തതായ അമ്മ അമ്മയല്ല, സഹോദരൻ സഹോദരനല്ല, ഈശ്വരൻ ഈശ്വരനല്ല എന്ന് ഭാഗവതത്തിലൂടെ ഭാഗവതത്തിൻ്റെ ചൈതന്യവത്തായിട്ടുള്ളതായ ലോകത്തുനിന്ന് ഒരു നൂൽബന്ധം പോലും സ്വീകരിക്കാതെ കൊണ്ട് രാജചിഹ്നങ്ങളുള്ളതായ പരീക്ഷത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായ ശ്രീ ശുബ്രഹ്മർഷി പറഞ്ഞു തരുമ്പോൾ ഗുരുവിനെ തേടിപ്പോകരുത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഗുരു നമ്മളോട് തരും. നമ്മുടെ ഉപബോധ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ ഉറഞ്ഞു കിടക്കുന്നതായ കല അടക്കം ഉള്ളത് എപ്പോഴാണോ അത് പുറത്തു വരേണ്ടത് ആ സമയത്ത് പുറത്തു വരും, ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. അല്ലാതെ ഗുരുവിനെ തേടിപ്പോവുകയല്ല വേണ്ടത്. അപ്പോൾ ഗു ശബ്ദസ്തു അന്ധകാരസ്യ, അരു ശബ്ദസ്തു തന്നിരോധക. അന്ധകാരസ്യ നശിപ്പിക്കുന്നതായ എന്തിനേയും ഗുരു എന്ന് പറയാം. ലോകത്തിൽ കാണുന്ന ചൈതന്യങ്ങൾ മുഴുവനും ഗുരുവാണ്. ചിലർ നമ്മളെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ചിലർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ഒന്ന് നോക്കണം, ഇതും ഗുരുനാഥനാണ്. ഇന്ന രീതിയിലാവരുത്, ഇന്ന രീതിയിലാവണം എന്ന് പറഞ്ഞു തരുന്നതാണ് ഗുരുനാഥന്മാർ മുഴുവനും. ഭാഗവതം പറയുന്ന പോലെ നിന്ദന്തി നജസ്സൗരി ലോകേ ചരതി സൂര്യവൽ. ആരെയും നിന്ദിക്കാതെയും ആരെയും സ്തുതിക്കാതെയും ലോകത്തിൽ സൂര്യനെ പോലെ എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ സേവനം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ
സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ മനുഷ്യജന്മത്തിന് അർത്ഥമുള്ളൂ. അപ്പോൾ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന സ്വയംഭൂ മഹാദേവ ക്ഷേത്രം ഒരേ പാത്രത്തിൽ നിന്നും പാർവതിയിലേക്ക് നയിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാകുമ്പോൾ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന പരിവാരങ്ങളോടുകൂടി അവിടെ വസിക്കുമ്പോൾ പരിവാര പ്രതിഷ്ഠകൾ വരാൻ പോകുന്നതായ ഒരു ക്ഷേത്രം, 3000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതായ ഒരു ക്ഷേത്രം. അപ്പോൾ അങ്ങനെ എവിടെയാണോ ഒരു പണ്ടപ്പരിപ്പും പരാതിയും ഇല്ലാതെ കൊണ്ട് നമഃശിവായ ജപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിലെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് തൊഴുക, ഒരു പണ്ടപ്പരിപ്പും പരാതിയും പറയേണ്ട ആവശ്യമില്ല. ഈ നാള് എന്നുണ്ടായേ. അപ്പോൾ ഇതൊക്കെ എപ്പോൾ ജനിക്കണം, എപ്പോൾ തിരിച്ചു പോകണം എന്ന് തീരുമാനിക്കേണ്ടത് മഹാദേവനാണ്, അല്ലെങ്കിൽ കൃഷ്ണനാണ്, അല്ലെങ്കിൽ പാർവതി ദേവിയാണ്, അല്ലെങ്കിൽ ദുർഗാദേവിയാണ്. അപ്പോൾ നമ്മൾ ഉപാസിക്കുന്ന എന്തായാലും അവിടെ ഒരു പരാതിയും പറയേണ്ട ആവശ്യമില്ല, ഒന്നും എണ്ണിപ്പറക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അവിടെ പ്രാർത്ഥിച്ച് തൊഴുക, ആളെ പ്രാർത്ഥിച്ച് തൊഴുകുന്നതായ ഒരു ക്ഷേത്രം. കയ്യിലൊന്നും വെക്കണ്ട. കയ്യിൽ ചിലർ പേഴ്സ് വയ്ക്കും, നാണയം വയ്ക്കും, ഒന്നും വേണ്ട. കൈ കൂപ്പി താമരമുട്ട് പോലെ തൊഴുത്, ഹൃദയത്തിൽ തൊഴുത്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനെ തൊഴുമ്പോൾ അവിടെ എന്തായിത്തീരുന്നു? ഈശ്വരൻ അനുഗ്രഹിക്കുന്നു. അവിടെ ഭക്തനായിട്ട് തന്നെ നിലനിൽക്കുക, ഈശ്വരനായിട്ട് നിലനിൽക്കുക. കുറേ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ഫോട്ടോ വെച്ചൊക്കെ ആരാധിച്ചു തുടങ്ങും. അതൊന്നും വേണ്ട. നമ്മൾ മനുഷ്യനായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് 3.5 മണിക്കൂർ കഴിയുമ്പോൾ അളിയുന്നതായ ജീർണിക്കുന്നതായ ജീര്യത നശിച്ചുകൊണ്ടിരിക്കുന്നതായ ശരീരത്തിൽ നിലനിന്നുകൊണ്ട് നമുക്ക് വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ആയില്യവും നല്ലൊരു പ്രദോഷവും നേർന്നുകൊണ്ട് മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.